സാധാരണക്കാരെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് ആന്തൂർ സാജൻ കേസ്. പ്രവാസിയായ സാജൻ 16 വർഷത്തോളം നൈജീരിയയിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത് സമ്പാദിച്ച പണം കൊണ്ട്, സ്വരുക്കൂട്ടി വെച്ച പണം കൊണ്ട് നാട്ടിൽ വന്ന് ഒരു കൺവെൻഷൻ സെന്റർ സ്വന്തമായി തുടങ്ങാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് സാജനെ അവസാനം ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഈ ഒരു സംഭവത്തിന് കാരണക്കാരിയായ PK ശ്യാമള ഇപ്പോൾ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ LDF സർക്കാർ വികസനത്തിന് മുന്നോട്ടാണോ പിന്നോട്ടാണോ? ഇവിടുത്തെ പ്രവാസികൾക്ക് ഇവിടെ തുടങ്ങാൻ നിൽക്കുന്ന ഓരോരോ സംരംഭങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് എന്തുകൊണ്ട്? ഈ വിഷയമാണ് നമ്മളിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാസർഗോഡ് സ്വദേശിയായിരുന്നു സാജൻ പാറയിൽ. അദ്ദേഹം നൈജീരിയയിൽ പ്രവാസിയായിരുന്നു. 10-15 വർഷത്തോളം അദ്ദേഹം നൈജീരിയയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ ജോലി വിട്ട് നാട്ടിൽ വന്ന് സ്വന്തമായി ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി. അതിൽ നിന്നും തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടായിരുന്നു നൈജീരിയയിൽ നിന്നും തന്റെ ജോലി കളഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത്. അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. 16 കോടി രൂപ സ്വരുക്കൂട്ടി അദ്ദേഹം അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് സാജന്റെ കഷ്ടകാലം ആരംഭിച്ചത്. ആ കൺവെൻഷൻ സെന്ററിന്റെ പേര്, അല്ലെങ്കിൽ സാജൻ പാറയുടെ സ്വപ്നത്തിന്റെ പേര് ഭാർത്ത കൺവെൻഷൻ സെന്റർ എന്നായിരുന്നു. അദ്ദേഹത്തിന് ആ കെട്ടിടം നിർമ്മിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. കാരണം ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്താലും അവിടുത്തെ ചെയർപേഴ്സൺ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയില്ല. ഒരുപാട് തവണ അദ്ദേഹം കയറി ഇറങ്ങി മുട്ടാത്ത വാതിലുകളില്ല. പക്ഷെ PK ശ്യാമളയായിരുന്നു അന്നത്തെ ചെയർപേഴ്സൺ. അവര് അമ്പിനും വില്ലിനും അടുത്തില്ല. കാരണം അവർക്ക് എന്തോ മുൻവൈരാഗ്യമുള്ളത് പോലെ ആയിരുന്നു സാജനോട്. സാജൻ തുടക്കത്തിലേ വന്നപ്പോഴും അവർക്കൊരു വിമുഖത ഭാവമായിരുന്നു. ഇവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൺവെൻഷൻ സെന്റർ? അല്ലെങ്കിലേ LDF സർക്കാരിന്റെ അല്ലെങ്കിൽ LDF CPMന്റെ ഒരു തത്വമാണല്ലോ, ആദ്യം എതിർക്കും പിന്നെ അംഗീകരിക്കും. അങ്ങനെയാണല്ലോ TV വന്ന സമയത്ത് വിഡ്ഢിപ്പെട്ടി എന്ന് TVനെ കളിയാക്കി, ട്രാക്ടർ വന്ന സമയത്ത് അതിനെ അമ്പാടെ കളിയാക്കി. എന്തിന്? ഗൂഗിൾ പേ വന്ന സമയത്ത് വരെ ആരെങ്കിലും ഈ ഒരു പെട്ടിക്കടയിൽ പോലും ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ട്. അത് നേരത്തെ നമ്മുടെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് ആണ്. ആ തോമസ് ഐസക് ഇന്നൊന്ന് നടന്നു നോക്കണം. പെട്ടിക്കടകൾ മാത്രമല്ല, ഉത്സവ പറമ്പില് ബലൂൺ വിൽക്കാൻ നിൽക്കുന്നവര്, വേണ്ട മൈലാഞ്ചി ഇടിക്കാൻ നിൽക്കുന്നവരെ കൈകളിൽ പോലും ഇന്ന് ഗൂഗിൾ പേ ഉണ്ട് സാർ. ഇതൊക്കെയാണ് വന്ന മാറ്റങ്ങൾ. ഈ മാറ്റത്തെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മാനിഫെസ്റ്റോയാണ് CPMകാരുടെ, അല്ലെങ്കിൽ CPMകാർ ഉറച്ചു വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് സാജൻ പാറയുടെ ആത്മഹത്യ. കെട്ടിടത്തിന്റെ എല്ലാ പണിയും പൂർത്തിയായ ശേഷം ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് മാത്രം തനിക്ക് ലഭിക്കുകയില്ല എന്ന് അറിഞ്ഞ നിമിഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 2019 അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്തിട്ട് കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ വേട്ടയാടുകയായിരുന്നു. എന്താണെന്നോ? പാർട്ടിയുടെ സ്വന്തം പത്രമായ ദേശാഭിമാനിയിലെ ഒരു ഫ്രണ്ട് പേജ് വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: കൺവെൻഷൻ സെന്റർ അല്ല ആത്മഹത്യക്ക് കാരണം, ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു. സ്വന്തം ഭാര്യയുടെ അവിഹിതം കണ്ട് നെഞ്ചുപൊട്ടി തകർന്നാണ് സാജൻ ആത്മഹത്യ ചെയ്ത് വരുത്തി തീർക്കാനുള്ള സഖാക്കളുടെ തേർഡ് റേറ്റ് ചിന്താഗതിയാണ് ഈ പത്രത്തിലൂടെ അന്ന് എഴുതി പിടിപ്പിച്ചത്. സ്വന്തം ഭർത്താവിനെ നഷ്ടമായ, അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് അച്ഛനെ നഷ്ടമായ കുടുംബത്തോടാണ് അന്നത്തെ പാർട്ടി ഇത്തരത്തിലുള്ള നീചമായ വാക്കുകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. PK ശ്യാമളയുടെ ഒരു പത്രസമ്മേളനം നമുക്ക് കണ്ടിട്ട് വരാം. കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു പങ്കും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഇത് ഇയാൾ ബിൽഡിംഗ് എടുക്കുന്ന സന്ദർഭത്തിലുണ്ടായ വയലേഷൻ, ആ വയലേഷൻ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിച്ചാണ്. പിന്നെ ഇയാൾ നമ്പറിങ്ങുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിലും എന്നെ സമീപിക്കുകയോ എനിക്കൊന്നും അറിയുന്നുണ്ടായില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വിവാദം ഉണ്ടായല്ലോ എന്നുള്ള ഒരു, ഞാൻ വിശ്വസിക്കുന്ന പശ്ചാത്തലമുൾപ്പെടെ പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ചർച്ച കൊണ്ടുവന്നില്ല എന്നുള്ള ഒരു പ്രയാസം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ എപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഈ സത്യം എപ്പം ഒരു കാലത്ത് വരുമെന്ന്. അപ്പോൾ ഇനി അത് കോടതി റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതി പറയട്ടെ. ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ നമ്മുടെ പാർട്ടിയെ നടപടി എടുക്കുമല്ലോ. അന്ന്, അതായത് ഈ സംഭവം നടന്ന സമയത്ത് PK ശ്യാമള പ്രതികരിച്ചത് ഇങ്ങനെയാണ്: തുടക്കത്തിലെ ഈ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് PK ശ്യാമളയുടെ വാക്കുകൾ. അനുമതി ലഭിക്കാത്ത ഒരു കെട്ടിടത്തിന്റെ പണിയെല്ലാം പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഒന്നില്ലെങ്കിൽ സാജന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വൻ തുക നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വ്യക്തി വൈരാഗ്യമുണ്ട്. നിങ്ങൾ ചോദിച്ച പണം ഇനി അദ്ദേഹം തരാത്തതിന്റെ ഒരു നിരാശയും ദേഷ്യമാണോ നിങ്ങൾ അദ്ദേഹത്തോട് കാണിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് അറിയാനുള്ളത്.
കാരണം ജനങ്ങൾക്ക് നിങ്ങളോട് ഇതിനോടകം തന്നെ വെറുപ്പും വിദ്വേഷവുമാണ്. നിങ്ങളോടെന്നല്ല, പ്രവാസി സമൂഹത്തിന് തന്നെ നിങ്ങളോട് അറപ്പും വെറുപ്പുമാണ്. അങ്ങനെയാണ് സർക്കാർ ഇത് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചതും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയർപേഴ്സൺ ക്ലീൻ ചീട്ട് നൽകുകയാണ് ചെയ്തത്. അവര് ക്ലീൻ ചീട്ട് നൽകിയിട്ട് എന്താണ് കാര്യം? സത്യം അപ്പോഴും മറഞ്ഞിരിക്കുക തന്നെയല്ലേ? വെറുതെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ അവസാന വേളയിൽ ആത്മഹത്യ ചെയ്യുമോ? ചെയ്യുകയില്ല. കാരണം ആ സ്വപ്നം നേടിയെടുക്കാൻ തന്നെ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യും. അമ്പാടെ പരാജയപ്പെട്ടിട്ടല്ലേ ഉറക്കവും അതൊന്നുമില്ലാതെ അദ്ദേഹം എത്രത്തോളം പരാജയപ്പെട്ടു. നമുക്കൊരു പക്ഷേ മിഥുനത്തിലെ മോഹൻലാലിന് ഇതായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഒരു ബിസ്ക്കറ്റ് ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാനായിട്ട്, അത് തുടങ്ങാനായിട്ട് എത്രയെത്ര വാതിലുകൾ അദ്ദേഹം മുട്ടിയല്ലേ? ആ ഒരു ക്യാരക്ടറിനെ നമുക്കിതിൽ സാജൻ പാറയിലായിട്ട് നമുക്ക് ഒരുപാട് കണക്ട് ചെയ്താൽ കുറച്ചും കൂടി സാജൻ പാറയെ അനുഭവിച്ച വിഷമങ്ങളും നിരാശയും എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ രണ്ടാമത് സമീപിക്കാമെന്ന് സാട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത്. അപ്പം പറഞ്ഞു ഇനിയും നമ്മൾ ആ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അവർ ഇനി എന്തെങ്കിലുമായിട്ട് കാരണങ്ങൾ കണ്ടെത്തുന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ സാറിനെ സമീപിക്കാനത്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്. അവർ ഉറപ്പ് പറഞ്ഞിട്ടാ പോയത്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്തായാലുള്ള പറഞ്ഞത്. ഉണ്ടാവും. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞതുമല്ലേ, കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് പെർമിറ്റ് തരില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ അച്ഛന് പോയാലും അച്ഛനെല്ലാം വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും. ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛനോട് പറയും അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന്, നിങ്ങളടുത്ത് ആരാ വരാൻ പറഞ്ഞു, നിങ്ങളടുത്ത് എന്തിനാ വരാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പോലെ ചോദിക്കുക. ഏറ്റവും വലിയ ഒരു എന്താ പറയാ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാജൻ മരിച്ചു കഴിഞ്ഞ 18ാമത്തെ ദിവസം ഇതേ കെട്ടിടത്തിന് അനുമതി ലഭിച്ചു. എന്നാൽ അത് മരിക്കുന്നതിന് മുന്നേ ആയിരുന്നെങ്കിലോ അദ്ദേഹം എത്ര വാതിലുകൾ മുട്ടി. ആ സമയത്താണ് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചതെങ്കിൽ ആ ഒരു കുടുംബം അനാഥമാകുമായിരുന്നോ? ഈ കേസ് എവിടെയും എത്തിയിട്ടില്ല. കുടുംബം അടക്കം CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അതിനെതിരെ മുഖം തിരിച്ചു. എന്തുകൊണ്ട്? CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ശ്യാമളയ്ക്കെതിരെ കേസ് വരും, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ CBI അന്വേഷണത്തെ ഭയക്കുന്നത്? ഈ ശ്യാമളയാണ്, ഈ PK ശ്യാമളയാണ് CPIM തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടം കിട്ടിയ ശ്യാമളയുടെ സന്തോഷം നിലത്തൊന്നുമല്ല. അവർ വളരെ സന്തോഷവതിയാണ്. അവരുടെ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് വരാം. സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷമാണ് ആദ്യമായി മാധ്യമങ്ങൾ കാണുന്നത് തളിപ്പറമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ വിജയത്തിനു വേണ്ടി നിങ്ങളുടെ എല്ലാം പിന്തുണ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ടീച്ചർ ഇതിനകത്ത് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിനകത്താണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള വിമർശനം ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് TK ഗോവിന്ദൻ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ മത്സരിക്കുമെന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. ഇപ്പോൾ ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടിക്കെതിരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്ക് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഇതിന് വ്യക്തമായ മറുപടി പാർട്ടിയുടെ ഭാഗത്തുണ്ട്. PK ശ്യാമളയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിന് കടുത്ത എതിർപ്പാണ് CPIMനുള്ളത്. നമ്മുടെ TK ഗോവിന്ദന്റെ രാജി വരെയും ഈ PK ശ്യാമളയെ ചുറ്റിപ്പറ്റിയായിരുന്നു. കാരണം PK ശ്യാമള ഇതിന് അർഹയാണോ? ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ ഭയങ്കര ധാർഷ്ട്യമുള്ള ഒരു സ്ത്രീ എന്ന ഭാവവും ഇവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം വിവാദങ്ങൾ കൊടുമ്പിടി കൊണ്ടിരിക്കുമ്പോഴാണ് CPIM പുല്ലുപോലെ ഈ വിവാദങ്ങളെ തള്ളിക്കളഞ്ഞ് ഇവർക്ക് ക്ലീൻ ചീട്ട് നൽകി പിന്നെയും ഇവര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു നിലപാട് ശരിയാണോ? സ്വർണ്ണക്കൊള്ള നടത്തിയവരെയും ജീവൻ എടുത്തവരെയും കള്ളനെന്ന് ആക്ഷേപിച്ചവരെയും എല്ലാം അല്ലാതെ പാർട്ടിക്ക് നല്ല നേതാക്കളൊന്നും ഇപ്പോൾ മത്സരിക്കാനില്ലേ? അതോ ഇപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും പാർട്ടിയിലുള്ള ആൾക്കാരുമെല്ലാം കൊടൂര ക്രിമിനൽസും കള്ളന്മാരും കള്ളന് കഞ്ഞിവെച്ചവരുമാണോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ തന്നെ പ്രതികരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.